ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ കിളത്തേക്കുക. അപ്പോൾ അതേ പുറകെ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ വീട്ടിലെ റംബൂട്ടാൻ മരമാണ്. മുകളിലോട്ടൊക്കെ നന്നായിട്ട് പിടിച്ച് ഇപ്പോണ്ട് ഞാൻ എൻ്റെ വീഡിയോ എല്ലാം കാണിച്ചു തരാം. കുറച്ച് നാളായി ഞാൻ ലോങ് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത റംബൂട്ടാൻ്റെ വീഡിയോ ചെയ്യാം. അപ്പം ഈ പുറകെ നിൽക്കുന്നതൊക്കെ നമ്മുടെ റംബൂട്ടാനാണ്. കൈ എത്തുന്ന ദൂരത്താട്ടോ റംബൂട്ടാൻ നിൽക്കുന്നതൊക്കെ കണ്ടോ. ഇങ്ങനത്തെ പറിച്ചെടുക്കാം, അത്രയ്ക്ക് ഈസി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മേളിലോട്ടുള്ള എല്ലാം നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ വരുന്നത് കാരണം എനിക്ക് എറണാകുളത്ത് ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം പേരൻസ് ഒന്നും പറിച്ചിട്ടില്ല, എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ട് വരും പറിക്കാമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ മേളിലത്തെ എല്ലാം നന്നായിട്ട് പഴുത്തിരിക്കുക. പിന്നെ ഈ റംബൂട്ടാൻ 15 വർഷങ്ങൾക്ക് ശേഷമാട്ടോ പൂക്കുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങളിത് വെട്ടിക്കളയാമെന്ന് പറഞ്ഞിരുന്ന സാധനമാണ്. കുരു വിട്ട് കിളിപ്പിച്ചു കേട്ടോ, നമ്മൾ തയ്യായിട്ട് വാങ്ങിച്ചൊന്നുമല്ല. അച്ഛൻ ഇതെന്തോ ഒരു റംബൂട്ടാൻ കഴിച്ചിട്ട് അതിട്ട് കിളിപ്പിച്ചതാണ്. അപ്പം ഞങ്ങളോർത്ത് ഇനിയിപ്പോൾ ഇതിൽ ബലമൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെ കിളിപ്പിച്ച കാരണം തന്നെ ഇത് ഗുണമൊന്നും കാണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം വെട്ടായിരുന്നപ്പോഴാണ് പെട്ടെന്ന് കയറി പൂത്ത് റംബൂട്ടാനായി മാറിയത്. പിന്നെ നമ്മൾ വെട്ടിയില്ല, കാരണം ബലം തരുന്നുണ്ടല്ലോ, അങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഈ വർഷവും പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെന്ന് പറയുമ്പോൾ അതിന് നല്ല ടേസ്റ്റുള്ള റംബൂട്ടാനായിരുന്നു കേട്ടോ. അതുപോലെ നല്ല അതിൽ ഫ്ലഷ് ആയിക്കോട്ടെ, സ്വീറ്റ്നെസ് ആയിക്കോട്ടെ, എല്ലാം നല്ല കറക്റ്റായിരുന്നു. പുളിയൊന്നും ഇല്ലായിരുന്നു, നല്ല രീതിക്ക് ഫ്ലഷ് ഉണ്ടായിരുന്നു. നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ സീഡിൽ നിന്ന് ഫ്ലഷൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പിടിച്ചേക്കുന്നതിൻ്റെ അകത്ത് പകുതിയും ഒട്ടും ഫ്ലഷും ഇല്ല. അതുപോലെ തന്നെ എല്ലാത്തിനും ചെറിയ പുളിയുണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, നല്ലതാണ് സാധനം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. കുറച്ച് കഴിക്കാൻ കാണിച്ചു തരാം. ഒരുപാട് പഠിക്കുന്നുണ്ട്, കാരണം പച്ചക്കളറുണ്ട്, അത് ആയിട്ടില്ല. നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറിച്ചാട്ടോ. അവിടെ കളിച്ചില്ല, ഇതാണ് സാധനം. കഴിഞ്ഞ വർഷത്തിൽ പറയുമ്പോൾ കടിക്കുമ്പോൾ തന്നെ ഫ്ലഷ് ഇതിൻ്റെ നല്ലതാണ്. സീഡ് ഇങ്ങനെ അടന്നു വരുന്നത്, നമുക്ക് ഒട്ടും ഫ്ലഷ് ഇതുപോലെ ഇതിൻ്റെ ഇതിന് ഭയങ്കര ടഫായിട്ട് കടിച്ച് കഴിക്കേണ്ട വന്നിട്ടില്ല. ഇത് ഇച്ചിരി വരാനൊക്കെ പാടാണ്. നല്ലതായിട്ട് പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വളരെ നല്ലതായിരുന്നു കേട്ടോ, നല്ല ചൂട് വരുന്നുണ്ട്. അയ്യോ അയ്യോയെ അപ്പം നമ്മുടെ വീട്ടിലെ റിയോയാണിത്. ഞാൻ ഈ ഔട്ട്ഫിറ്റ് ഇട്ടേക്കുന്ന എന്താണെന്നാണ് വീട്ടിൽ നിൽക്കുന്ന കാരണം അത് ഞാൻ പറയാം. ഞാനൊന്ന് പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ അങ്ങ് എടുത്തേക്കാം, നാളത്തേക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഉടുപ്പിൽ തന്നെ അങ്ങ് വീഡിയോ ഇടുന്നത് കേട്ടോ. പിന്നെ മേക്കപ്പൊന്നും അത് ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ണുവഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇരിക്കുക. ഇത് ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു മാരേജിന് പോകണമായിരുന്നു. അപ്പം അവിടെ പോയ സമയത്ത് ഞാൻ രാവിലെ കേളി ഹെയർ ചെയ്തിട്ടാണ് പോയത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ കിടക്കുന്ന ഈ മുടി. ഞാൻ പറഞ്ഞ പോലെ വേണ്ട, ചിലതൊക്കെ ഫ്ലഷ് പോലെ ഇളകി വരും. ആ സീഡിൽ ഇരിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ നമുക്ക് പിടിതം എടുക്കാം. വേണ്ട, ഫ്ലഷ് ഇട്ടുന്നുണ്ട, വായിൽ പോലും ഇല്ല. ഫുൾ ഫ്ലഷ് നമുക്കിങ്ങനെ ചെറിയ എടുത്തിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്തുള്ള കാര്യം ഇങ്ങനെ കാണിക്കാൻ കേട്ട കാര്യം, വായിലിട്ട് ഇങ്ങനെ പല്ല് വെച്ചിരുമ്പോൾ തന്നെ ഫ്രൂട്ട് ഫുള്ള് വന്നോളും. ഇപ്പം എൻ്റെ ജ്യൂസ് എല്ലാം പോയി, ഗുണങ്ങളെല്ലാം താഴത്തോട്ട് കുറേ. ഞാൻ പറഞ്ഞു സീഡിന് ഫുള്ള് അടർന്നു വന്ന് ഫ്രൂട്ട് മാത്രമായി. എടുത്തോ, പോയി വാങ്ങിക്കുന്നു. വെറുതെ അതൊക്കെ തിന്നാതാ. നല്ല ചുമന്ന് തുടിതുടാന്ന് നിൽക്കുന്നു. ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങളെ കാണിച്ചു കേട്ടോ. വെറുതെ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കണം, എന്തെങ്കിലും കിട്ടിയാൽ മതി.
ഒരു റംബൂട്ടാനാവായിരിക്കുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ പിന്നെ തരത്തില്ല, അവൻ ഓടും. ആ മുകളിലെല്ലാം പഴുത്ത് കിടക്കുക, നോക്ക്, എല്ലാം പഴുത്ത് കിടക്കുക. ഇതൊക്കെ പറിക്കണമെങ്കിൽ ഒരാഴ്ചയും കൂടെ നിന്ന്, ഒരാഴ്ച വേണ്ട, 2-3 ദിവസം കഴിയുമ്പോൾ നല്ല റെഡാവും. റംബൂട്ടാനെ അയ്യോ. ഇപ്പം ജിമ്മിൽ ഡംബൽസ് ആയിട്ട് യൂസ് ചെയ്യാം. കണ്ട കുറേയൊക്കെ തഴുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അതേ ഇത്രയുമാണ് നമ്മൾ പറിച്ചേക്കുന്നത് കേട്ടോ. ഇനിയും നിറയുണ്ട്, പക്ഷേ എത്രയും നമുക്ക് കയ്യത്തുനിന്ന് ദൂരത്തുനിന്നും അല്ല, കുറച്ച് മാറി നിൽക്കുന്നത്. പിന്നെ റിസ്ക് എടുക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പറിച്ചില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ പിടിച്ചതിൻ്റെ വിശേഷമായിരുന്നു നിങ്ങളെല്ലാം കാണിച്ചു തന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.